മതസ്പർദ്ധയുണ്ടാക്കലും കലാപത്തിനുള്ള ശ്രമങ്ങളും ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട വാർത്തയായി വന്നിരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്. മറ്റാർക്കുമല്ല, അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ ലോറി ഉടമ കൂടിയായ മനാഫിനെതിരെ ഇപ്പോൾ കേരള പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളാണിത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളീയ പൊതുസമൂഹത്തിനിടയിൽ നടക്കുന്ന ചർച്ചകളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയമാണ് അർജുന്റെ കുടുംബവും അതോടൊപ്പം തന്നെ ലോറി ഉടമ കൂടിയായ മനാഫും തമ്മിലുള്ള വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ അർജുനെ കാണാതായതിനു ശേഷം 75 ദിവസത്തോളം കർണാടകയിലെ ഷിമോഗയിലെ ഷിരൂരിൽ ആ ബോഡി കിട്ടാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത അർജുന്റെ ലോറിയുടെ ഉടമയായ മനാഫിനെ പറ്റി തന്നെയാണ്. ആദ്യ ദിവസങ്ങളിൽ മനാഫിനെതിരെ വ്യാജ പ്രചരണങ്ങളുടെ പെരുമഴയാണ് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ മനാഫിന് ദുരൂഹമായ താല്പര്യങ്ങളുണ്ടെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളായിരുന്നു, ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മനാഫിനെ കള്ളക്കടത്തുകാരനൊക്കെയായി ചിത്രീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇതൊന്നും മറികടന്നുകൊണ്ട് 75 ദിവസത്തോളം ഈശ്വർ മൽപെ എന്ന രക്ഷാപ്രവർത്തകനെ അടക്കം കൂട്ടിക്കൊണ്ട് മനാഫ് തന്റെ ദൗത്യത്തിൽ വിജയിച്ചു. അർജുന്റെ കുടുംബത്തിന് വേണ്ടി ആ ബോഡി കണ്ടെത്താൻ മനാഫിന് സാധിച്ചു. എന്നാൽ അവിടം കൊണ്ടും അവസാനിച്ചില്ല. അതിനുശേഷം അർജുന്റെ കുടുംബം തന്നെ മനാഫിനെതിരെ രംഗത്ത് വന്നു. തങ്ങളുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്നുവെന്നും തങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനാഫ് ചെയ്യുന്നുവെന്നും തങ്ങളുടെ പേരിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ മനാഫ് ചെയ്യുന്നുവെന്നായിരുന്നു. എന്നാൽ ഇതിനും കൃത്യമായ മറുപടികൾ മനാഫ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും തന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയല്ലെന്നും മനാഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. കേസിൽ കേരള പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ഇപ്പോൾ പറയുന്നത് മതസ്പർദ്ധയടക്കം ഉണ്ടാക്കുന്ന ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിലാണ്. എന്താണ് കേസ് എന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസെടുത്തു. യൂട്യൂബ് ചാനലിലൂടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ്. മനാഫിന്റെ ഇടപെടലുകൾ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിലേക്ക് നയിച്ചെന്നും ഇത് മതസ്പർദ്ധയ്ക്കിടയാക്കിയെന്നും എഫ്ഐആറിലുണ്ട്. അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിൽ കോഴിക്കോട് ചേവായൂർ പോലീസാണ് കേസെടുത്തത്. ലിഡിയ ജേക്കബ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ലിഡിയ, അർജുന്റെ മരണശേഷം ഉണ്ടായ വളരെ സങ്കടകരമായ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് കുടുംബം ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതേ ആരോപണങ്ങൾ തന്നെയാണോ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെയും ഉള്ളടക്കം? എന്താണ് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലിഡിയ? ജിൽസി, അഞ്ജു ഇന്നലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. അതായത് സൈബർ ആക്രമണത്തിലാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്താ സമ്മേളനത്തിനും അതിനു മുൻപേയുള്ള മനാഫിന്റെ യൂട്യൂബ് ചാനലുകളും വഴി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആ സൈബർ ആക്രമണങ്ങൾക്കെതിരെയാണ് അഞ്ജു കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയത്. അതിലാണ് ഇപ്പോൾ ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, മനാഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മനാഫിനെ പ്രതി ചേർത്തുകൊണ്ട്, അതായത് 192 ഭാരതീയ സംഹിത 192, അതേപോലെ കേരള പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകൾ ചേർത്താണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഞ്ജു നമ്മോട് സംസാരിച്ചപ്പോഴും ഒക്കെ പറഞ്ഞിരുന്നത് മനാഫിനെതിരെ അഞ്ജു പരാതി നൽകിയിട്ടില്ല. അതോടൊപ്പം ഈ സൈബർ അറ്റാക്കുകൾ, സോഷ്യൽ മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ അറ്റാക്കുകളിലാണ് പരാതി നൽകിയതെന്നായിരുന്നു അഞ്ജു ഇന്നലെ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മനാഫിനെ പ്രതി ചേർത്തിരിക്കുന്നത് മനാഫിന്റെ യൂട്യൂബ് ചാനൽ വഴി, ലോറി ഉടമ മനാഫ് എന്ന പേരായ യൂട്യൂബ് ചാനൽ വഴി കുടുംബത്തിനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ആ പോസ്റ്റ് ചെയ്തതും അതേപോലെയുള്ള അതേ തുടർന്നുള്ള വിശദീകരണ യോഗത്തെയും തുടർന്ന്, വിശദീകരണമായി മാധ്യമങ്ങളെ കണ്ടതിനെയും തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾക്ക് കുടുംബം ഇരയായി. അത്തരത്തിൽ ആ സൈബർ അറ്റാക്കുകൾ ഒരു മതസ്പർദ്ധയിലേക്കും അതേപോലെ കലാപാഹ്വാനത്തിലേക്കൊക്കെ നയിക്കുന്നു. ആ ഒരു ഇതിലാണ്
പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഭാരതീയ സംഹിത 192 എന്ന് പറയുന്നത് കലാപാഹ്വാനത്തിനും അതേപോലെ മതസ്പർദ്ധ വളർത്തുന്നതിനും എതിരെ ചുമത്തുന്ന ഒരു വകുപ്പാണ്. അതാണ് ഇപ്പോൾ മനാഫിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നിലവിൽ ചേവായൂർ പോലീസാണ് ഇന്നലെ പരാതി നൽകിയതിന്റെ അർജുൻ സഹോദരി അഞ്ജു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുന്റെ കുടുംബം മാധ്യമങ്ങളെ കണ്ടതിനെ തുടർന്നും അതുപോലെ തന്നെ ഈ മനാഫിന്റെ യൂട്യൂബ് ചാനലും അതേപോലെ അർജുന്റെ സംസ്കാരത്തിന് ശേഷമുള്ള പ്രതികരണങ്ങളെ തുടർന്നൊക്കെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളായിരുന്നു കുടുംബത്തിനെതിരെ വന്നിരുന്നത്. അത് മറ്റൊരു രീതിയിലേക്ക്, അതായത് ഒരു വർഗീയ പ്രചാരണത്തിലേക്കൊക്കെ പോയി എന്ന് കാണിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വലിയ ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് മനാഫിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ സൈബർ അറ്റാക്കിന്റെ പേരിൽ അഞ്ജു നൽകിയ പരാതിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ കുടുംബത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നു, വലിയ അറ്റാക്കുകൾ കുടുംബത്തിനെതിരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അഞ്ജു പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിനെ കൂടി പ്രതി ചേർത്ത് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ജിൽസി, ഓക്കെ, അതൊക്കെയാണ് ഈ വാർത്തകളായി പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ ലോറി ഉടമ മനാഫ് സത്യത്തിൽ സൈബർ ആക്രമണം ഒന്നും നടത്തിയിട്ടില്ല. മനാഫിന് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. ആദ്യം കുടുംബ ആരോപണവുമായിട്ട് വന്നു. അപ്പോൾ മനാഫ് അതിനുള്ള മറുപടികൾ കൃത്യമായിട്ട് നൽകി. ഇത് കാണുന്ന പൊതുസമൂഹത്തിന് ചില ബോധ്യപ്പെടലുകൾ ഉണ്ടായി. കാരണം 75 ദിവസത്തോളം തന്റെ ഒരു കുടുംബക്കാരനോ അല്ലെങ്കിൽ തന്റെ കൂടപ്പിറപ്പോ തന്റെ മകനോ അല്ലെങ്കിൽ താൻ അത്തരത്തിൽ ഒന്നുമല്ലാത്ത അർജുന് വേണ്ടി മനാഫ് എന്നുള്ള വ്യക്തി ത്യജിച്ച ത്യാഗങ്ങളും അതോടൊപ്പം തന്നെ ആ ഒരു ബോഡി കണ്ടെത്തുന്നതിന് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ബാധ്യതപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും ഇതൊക്കെ ഇക്കാലത്ത് ആരും ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള പിന്തുണ മനാഫിന് ഈ വിഷയത്തിലുണ്ടായി. അവരുടെ കുടുംബം അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം കുടുംബത്തിനെതിരെയാണ് കേരളീയ പൊതുസമൂഹത്തിനിടയിലുള്ള ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് സൈബർ അറ്റാക്കായി വ്യാഖ്യാനിച്ചതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും സൈബർ അറ്റാക്ക് ചെയ്തോ എന്നറിയില്ല. ഏതായാലും മനാഫിനെയാണ് ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതായത് മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ ഇത്തരം കണ്ടന്റുകൾ വന്നതായിട്ട് അറിവില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉണ്ടായതിനു ശേഷം മനാഫ് തന്റെ യൂട്യൂബ് ചാനലിൽ ആദ്യം ഉണ്ടായിരുന്നത് 10K അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ്. കഴിഞ്ഞ ദിവസത്തേക്ക് എത്തുമ്പോൾ അത് 2.5 ലക്ഷത്തോളം മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെയും അതുപോലെ തന്നെ പൊതു ഗ്രൂപ്പുകളിലും ഒക്കെ പല രീതിയിലുള്ള ഗ്രൂപ്പുകളിലും മനാഫിന്റെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് അടക്കമുള്ള ഇത് വിവിധ ഇടങ്ങളിൽ ഞാനടക്കമുള്ള ഗ്രൂപ്പുകളിൽ വന്നിരുന്നു. അത് ആളുകൾ ഷെയർ ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കേരളീയ പൊതുസമൂഹത്തിനിടയിൽ വ്യാപകമായിട്ടുള്ള ആവശ്യങ്ങളും ചർച്ചകളും ഉണ്ടായിരിക്കുകയാണ്. ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വിഷയത്തിൽ എല്ലാവർക്കും കേരളീയ പൊതുസമൂഹത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് മനാഫ് എന്താണെന്നും മനാഫ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും. അത് മൂലമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത് കുടുംബത്തിന്റെ ഇത്തരം ഒരു പരാതിയിൽ ഇവർക്കെതിരെ കേസെടുക്കും. അതായത് മനാഫിനെതിരെ വിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും അതോടൊപ്പം തന്നെ കലാപാഹ്വാനത്തിനുള്ള ശ്രമങ്ങളടക്കമുള്ള വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകളാണ്. ഇതൊക്കെ ചുമത്തിയിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണ് ഇതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു നന്മയുടെ അങ്ങേയറ്റം കാണിച്ചിട്ടുള്ള ഒരാളെ എല്ലാ രീതിയിലും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യവസ്ഥിതി തന്നെ അയാൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ ചിട്ടാവട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ശീലങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിനപ്പുറം എന്ത് പറയാനാണ്? ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് വളരെ മോശം സാഹചര്യമാണ്. എന്ത് നല്ല കാര്യങ്ങൾക്കാര് ഇറങ്ങി പുറപ്പെട്ടാലും അതിനെയും കീറി മുറിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് ഇല്ലാ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് പേരും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് പ്രതികരിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിനെ ഒന്നാകെ ചേർത്ത് പിടിച്ച ഒരു മനുഷ്യൻ ഇന്ന് കേരളീയ സമൂഹത്തിനിടയിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകം അതോടൊപ്പം തന്നെ പ്രതിഷേധാർഹം മാത്രം ആണ് എന്നാണ് ഈ വിഷയത്തെപ്പറ്റി പറയാനുള്ളത്.